ഈ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഭയങ്കര പാടല്ലേ? ഭയങ്കര പാടാ. എടാ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സോ ഒന്നും അല്ല. എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ആൾക്കാർ? 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നിനക്കറിയാൻ പറ്റും അല്ലേ? എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഇപ്പോഴെങ്കിലും പറയുമ്പം ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അവരൊക്കെ കാണുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് അച്ചീവ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, ഒരുപാട് ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് അതെപ്പോഴും ഉണ്ടാവും അവിടെ. എന്തൊക്കെ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ അത് മാത്രമേ കാണത്തുള്ളൂ. ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ മനസ്സിൽ നമുക്കൊരു വിഷമം, അവർ അയ്യോ നല്ലൊരു പയ്യൻ അവൻ പോയി വിഷമം, ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചെന്ന ഒരു അർത്ഥമായി അല്ലേ? അതെ, നമ്മൾ വെറുക്കുന്നതിലല്ല. എടാ നമ്മളൊരു 500 പേര് ഇറക്കുമായിരിക്കും, 5000 പേരെ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുത്തിക്കണം. അവിടെയാണ് നമ്മൾ സക്സസ്. അല്ല അത് ഭയങ്കര പാടാണ്. അത്രേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒന്നും കിട്ടുന്നൊരു ഭാഗ്യമല്ല. രണ്ട്, ഈ ഡോക്ടർ റോബിനെ സംബന്ധിച്ച് എയർപോർട്ടിൽ വരാൻ നേരത്ത് ഇത്ര ആരവങ്ങൾ ആഘോഷിക്കുമെന്ന് ചിന്തിച്ചിരുന്നോ? ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒറ്റയ്ക്ക് പോവേ, ഞാൻ അത് ബിഫോർ ഇട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ ആ എയർപോർട്ടിൽ പോണതും അപ്പോഴത്തോട്ടാണ് ആൾക്കാർ പിന്നെ ബിഫോർ വീഡിയോ എടുത്ത് തുടങ്ങിയത്. എൻ്റെ ആ സമയത്താണ് ഞാനത് ബിഫോർ എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടും. ഇത്രയും പേര് എടാ എന്നെ റോബിൻ എന്ന് പറഞ്ഞ് ഇത്രയും ലൗഡായിട്ട് ഇത്രയും പേര് നിൽക്കുകയാണ് രാവിലെ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പല സ്ഥലത്തു നിന്നും ആൾക്കാർ. അത് കണ്ടപ്പോൾ ഞാൻ എന്തോ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സ്വപ്നം പോലെ കൺമുന്നിൽ കാണുന്നു. സ്വപ്നം കാണും, ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് മുന്നിൽ കാണുന്നത്. ഞാനൊരു ഭയങ്കര വലിയൊരു സംഭവമായിട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ എല്ലാ സ്ഥലത്തും പഠിക്കുന്നതിലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാത്തിലും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കാം. പക്ഷെ അങ്ങനെയല്ല. ഒരു എന്താ പറയുക, മാർക്ക് മേടിക്കുമ്പോഴത്തേക്ക് കുറഞ്ഞു പോയെന്നുള്ള രീതിയിൽ അച്ഛനും അമ്മയാണെങ്കിലും ആ കുട്ടി കണ്ടുപിടി ഈ കുട്ടി കണ്ടുപിടി എന്ന് കേട്ട് വളർന്നൊരു കുട്ടിക്കാലം വരുന്നു എനിക്ക്. അപ്പം അത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഒരു 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 എന്താ പറയുക, അവൻ പഠിക്കാത്ത കുട്ടി അല്ലെങ്കിൽ അവൻ അത്ര ഇതില്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ആ പറഞ്ഞ ആൾക്കാരെല്ലാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഞങ്ങളുടെ ഇതാണ് എന്ന് പറയുന്ന പലരെയും എനിക്കറിയാം. അത് കേൾക്കുമ്പോൾ അതിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കല്ലെറിഞ്ഞവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്നതും ചെറിയ കാര്യമല്ല കേട്ടോ. അവിടെ കല്ലെറിയട്ടെ, ആ കല്ലെറിയുമ്പോൾ നമുക്കൊരു ഷീൽഡ് ഉണ്ടെങ്കിൽ, അതൊന്നും എന്നെ ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ജീവിതം കാണുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ കാണാം, എൻ്റെ കൺമുന്നിൽ വീഡിയോസ് കാണുക. അപ്പം ഞാൻ എൻ്റെ തകർച്ചയിലും എൻ്റെ സക്സസ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം കണ്ട് ആനന്ദ കണ്ണീരാണ് എനിക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഡീഗ്രേഡിങ് വന്നപ്പോൾ കരഞ്ഞിട്ടില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. എടാ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലക്ഷ്യങ്ങൾ വലുതാ. ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ ഡ്രീം എന്ന് പറയുന്ന ഡ്രീമിലേക്കുള്ള ഫസ്റ്റ് പടിയെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇവരൊന്നും ഒരു ശത്രുക്കളെ അല്ല. ഞാൻ ഇനി ഫേസ് ചെയ്യാൻ പോണ ശത്രുക്കളാണ് യഥാർത്ഥ ശത്രുക്കൾ. മനസ്സിലായില്ലേ? അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊന്നും ഒന്നുമല്ല. എന്താണ് കുറച്ച് ചീട് പിള്ളേർ കിടന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ചില സമയത്തൊക്കെ എൻജോയ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവന് ചെയ്യുമ്പോൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ലടേ. ഇവന്മാർ വന്ന് 4 പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഉണ്ടാവുന്നത്? ഞാൻ പറയട്ടെ, ഇവന്മാർ ആ സമയത്ത് ആ വോയിസ് ക്ലിപ്പോ കാര്യങ്ങളെടുത്ത് വിടണമെന്ന് പറയുമ്പോൾ ഞാനിത് പൊട്ടിക്കടമെന്നാണ് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫെയിം കാത്തു സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യായിരുന്നു? അവന്മാർ പറയുന്ന കണക്ക് അവന്മാരെ അടിമയായിട്ട് എന്ത് ചെയ്യായിരുന്നു? അവന്മാർ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കായിരുന്നു. പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. എനിക്ക് നീ എടുത്ത് പൊട്ടി നീ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളടാ. ചെയ്യുന്നെങ്കിൽ അവന്മാർക്കാണ് അത് നഷ്ടം. ഇപ്പം നഷ്ടമായില്ലേ? കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം പലർക്കും ആ സമയത്ത് വിചാരിച്ചിരുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? മാറ്റാതെ പറയണം. മനുഷ്യനാണ്, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മാറ്റും, 1-2 കാര്യങ്ങളൊക്കെ മാറ്റുമായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ നിലപാടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് വേറെ ഒന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, ക്രെഡിബിലിറ്റി പോയി. അന്ന് എൻ്റെയും ജനങ്ങൾക്ക് മുന്നിലും ഈ വ്യക്തികൾ തെളിവായിട്ട് വന്നത് ലാലേട്ടൻ ഇട്ടൊരു സിനിമയുടെ പോസ്റ്ററിലായിരുന്നു. അത് റോബിൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ? പിന്നെ നമ്മുടെ ന്യൂസ് ചാനലിലാണെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കി, ഞാനാണ് പോസ്റ്റർ ഉണ്ടാക്കിയതല്ലേ. ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി ഈ പറഞ്ഞ സന്തോഷ് ശ്രീ കുരുവിളയുടെ പ്രൊഡക്ഷൻ സംഭവങ്ങളെല്ലാം വെച്ച് ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തിയുടെ പേജിൽ ഞാൻ കൊണ്ടുപോയി ഇട്ടു. കാരണം ഇവരൊക്കെ എനിക്ക് സിമ്പിൾ കാര്യമാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം അങ്ങ് ചെയ്യുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പ്രസ്തുത ഈ പ്രൊഡ്യൂസർ തന്നെ വന്ന് ന്യൂസ് ചാനലിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റോബിനെ വെച്ച് പടം ചെയ്യാൻ പോകണമെന്ന് അനൗൺസ് ചെയ്ത കാര്യമൊക്കെ ഇപ്പോഴും അവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സന്തോഷ് ശ്രീ കുരുവിള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ലൈവ് എന്ന് പറഞ്ഞത് വരെ അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തെ ലാലേട്ടൻ്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ എങ്ങനെയടേ ഇടുന്ന ഫേസ്ബുക്കിലും ഇതിലും ഞാൻ ആരതിന്? ലാലേട്ടൻ അത്രയും മന്ദബുദ്ധിയാണ്.
അവരൊരു സാധനം ഇടുമ്പോൾ ശ്രദ്ധിക്കത്തില്ലേ? ലാലേട്ടനാണോ അത് ഇടുന്നത്? അവരിലൊക്കെ എനിക്ക് എങ്ങനെയാണ് അത് പറ്റുന്നത്? ഞാൻ ചോദിക്കും, ഞാൻ ഒരു സാധാരണക്കാരനല്ലേ? അല്ല, അന്ന് ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തിയല്ലോ, പറഞ്ഞിടിപ്പിച്ചാണ്. അന്ന് എന്തുവാ തോന്നിയത്? എന്ത് തോന്നണം അവരുടെ അടുത്ത്? പറയുന്നവർ പറയട്ടെ, പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അതിനൊക്കെ വന്നിട്ട്? ഇപ്പം മനസ്സിലാക്കുന്ന ആൾക്കാരും ഉണ്ട്. നീ പറയുന്നതിൽ പകുതി ആൾക്കാർക്ക് മനസ്സിലാവും കാര്യം, അവർക്ക് ബുദ്ധി ഉണ്ടാവും. ഡോക്ടർ റോബിന്റെ ആദേശം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ ലാലേട്ടന്റെ പേജിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടാൻ പറ്റുന്ന അത്രയും വലിയൊരു കാര്യമൊന്നും അവനെന്തില്ല, ഇല്ല. കാരണം അത്രയും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാണ് ഞാൻ. അവരെ കാട്ടിയും എന്നെ വേറെ അവരെ കാട്ടിയും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാ നിനക്ക് തോന്നുന്നുണ്ട്? ഞാൻ ചോദിക്കുകയാണ്, ഒരാളുടെ പ്രൊഡക്ഷനിലെ ഒരു സംഭവം പുള്ളിക്കാരനെ വന്ന് അനൗൺസ് ചെയ്ത സാധനം, ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു മഹാനടൻ, ഓക്കെ, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി, ഓക്കെ, അത്രയും വലിയൊരു ആള്, ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാള്, പുള്ളിക്കാരന് പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. അല്ലാതെ ചുമ്മാ വന്നിട്ട് ലാലേട്ടൻ കൊണ്ടുപോയിട്ട് അതെടുത്ത് ഇടാ എല്ലാം ചെയ്തത്, അതെല്ലാം നോക്കത്തില്ലേ? അവിടെ വലിയൊരു ചോദ്യചിഹ്നം, ആ സിനിമ എവിടെ? അല്ല, ആ സിനിമ അപ്പം തന്നെ അവർ ക്യാൻസൽ ചെയ്തു. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ വന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് സിനിമ എടുക്കണോ വേണ്ടേന്നുള്ളത്. അയാൾക്ക് വേണമെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്താൽ മതി. എനിക്ക് ആ വ്യക്തിയുടെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, ഒരു വെറുപ്പും ഇല്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരു പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്ത് പുള്ളിക്കാൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭക്ഷണം തന്നതിൻ്റെ ഒരു സ്നേഹം എനിക്കിപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? അതെപ്പോഴും ഉണ്ടാവും. എല്ലാ മനുഷ്യരും, ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അയാളുടെ നല്ല വശമുണ്ട്, അയാളുടെ മോശം വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഞാൻ കൂടുതൽ അയാളുടെ നല്ല വശം മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ അടുത്ത് എന്തിനാ വന്ന് സംസാരിച്ചത്, ശ്രദ്ധിക്കണം, അയാളെ കൂട്ടുകൂടല്ലേ? ഞാൻ ആ സമയത്ത് നിന്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം, നീ ഏതൊക്കെയാണ് നിന്റെ നെഗറ്റീവ് വശം എന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് എവിടെയെങ്കിലും നല്ലതില്ലേ? അത് മാത്രം ഞാൻ കണ്ടാൽ പോരെ? പക്ഷെ ആ മോശവശങ്ങൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അത് ഓരോ വ്യക്തിയിലും എന്താണ്, ഞാനിപ്പോൾ ഭയങ്കര അലർട്ടാണ്. അല്ല, ഈ വീഡിയോ ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് മെസ്സേജും ഫോൺ കോളും വരും, നിനക്ക് വേറെ പണിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഞാൻ തിരുത്തിയതാ കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ തിരുത്തി. അതെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ഡീഗ്രേഡിങ് ആദ്യം തുടങ്ങുന്നത് നിന്റെ ഒരു ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന ഒരു സമയത്ത് സത്യം പറയാൻ എനിക്കത് വിഷമം തോന്നുന്ന, കാരണം എനിക്ക് അതിന് മുന്നേ നിന്നെ അറിയാവുന്ന ഒരു വിഷമം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിന്നെ അന്ന് മാനിപ്പുലേറ്റഡ് ആക്കിയതാണെന്നുള്ളത് നിനക്കത് മനസ്സിലായി. അപ്പോൾ കാരണം അതുകൊണ്ടാണ് നിനക്കത് ഒരു കുറ്റബോധം തോന്നിയതും ആ ഒരു വിഷമം തോന്നി. പിന്നെ എന്നോട് സംസാരിച്ചപ്പോഴും ഇപ്പോഴും നീ സംസാരിക്കുക, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ആ ഫോട്ടോ പോലും കാണുമ്പോൾ എന്തിനാടാ ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ ഉള്ളിൽ നിനക്കൊരു നല്ല ഹൃദയം ഉണ്ടെങ്കിൽ നീ തോന്നിക്കാണും. മനസ്സിലായി? തോന്നിയതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. അല്ല, ഒരിക്കലും നമ്മളിങ്ങനെ ഇരിക്കേണ്ട വ്യക്തികൾ അതാ പറഞ്ഞു. അവിടെ നിന്റെ ഒരു നല്ലതാണ് ഞാൻ കാണിച്ചത്. എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും ആരും കാണാതെ എന്ത് ചെയ്യായിരുന്നു, എനിക്ക് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു, നമ്മൾ ആരും അറിയാതെ ഇരിക്കായിരുന്നു. നിന്റെ കൂടെയുള്ള വെറുപ്പ് അപ്പോഴും നിൽക്കും. ഞാൻ അപ്പോഴും എടുത്തിട്ടത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു നല്ല വശം കാണണം. ഒരാളിന്റെ തെറ്റ് മനസ്സിലാക്കി അയാൾ ആ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധം തോന്നി മറ്റൊരാളിൻ്റെ അടുത്ത് അത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം അയാളുടെ ഒരു നല്ല വശമാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ തമ്മിൽ അടി കൂടുന്നതാണ് കാണാൻ ജനങ്ങൾ എന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആൾക്കാരുടെ മനസ്സും അങ്ങനെയാണ്. അല്ല, ഈ ഒരു ഇന്റർവ്യൂ ഔട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കുന്ന അടി കൂടുമെന്നായിരിക്കും കേട്ടോ. എടാ, അവരാ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റുമോ? അതെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവരാരും അല്ലല്ലോ നമ്മൾ എണീറ്റ് പല്ലിയേക്കുന്നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ഉറങ്ങുന്നവരെയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി വന്ന് ചെയ്തു തരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിയോ? 12:30 മണിയായി. രാത്രി 12 മണിക്കാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് അല്ലേ? നമ്മൾ പല സ്ഥലത്തു നിന്ന് വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് ഒരുപാട് ദൂരെയാണ് വന്നത്. ഒരുപാട് ദൂരെ വന്ന് നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? കാണുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്താലേ പറ്റൂ.